ഹായ് ഫ്രണ്ട്സ്, ലിസ ക്രിയേഷൻ നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പഫ് സ്ലീവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ളൊരു പഫ് സ്ലീവാണ്. അതായത് ഷോൾഡർ ജോയിന്റിൽ പഫും ബോട്ടം, അതായത് സ്ലീവിന്റെ ബോട്ടത്തിൽ പ്ലെയിൻ ആയിട്ടുമുള്ള സ്ലീവാണ് ഇപ്പോൾ ട്രെൻഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൽബോ ലെങ്ത് വരെയുള്ളതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എൽബോയുടെ ഏകദേശം 10 ഇഞ്ചാണ്. ഞാൻ 10 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. നിങ്ങളുടെ സ്ലീവിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ സ്ലീവിന്റെ വിഡ്ത്ത് എത്ര നിങ്ങൾ എടുക്കുക. അതിനെ മടക്കി നിങ്ങൾക്ക് എങ്ങനെ സ്ലീവ് വെട്ടുമെന്ന് അറിയാം. അതിനകത്ത് പഫ് എങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അങ്ങനെ 10 ഇഞ്ചിന് ഇപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ചാണ് ഞാൻ ഇവിടെ വീണ്ടും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 2.5, വലിയ ആളുകൾക്കാണെങ്കിൽ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തോണം. താഴെ നിന്ന് നമ്മളൊരു 1 ഇഞ്ചോ 1.5 ഇഞ്ച് എത്രയാണ് നമ്മൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അത്ര നമ്മൾ അതിൻ്റെ സീം എലമെന്റ്സ് താഴെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റിൽ നിന്ന് നേരെ, അതായത് നമ്മുടെ 10 ഇഞ്ച് കഴിഞ്ഞ് 2 ഇഞ്ച് ഞാൻ ഇപ്പുറത്ത് കൂടുതൽ എടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 3 ഇഞ്ച് എടുക്കാം, 4 ഇഞ്ചും ഒക്കെ എടുക്കാം. പക്ഷെ അധികം പഫ് വേണ്ട, കുറച്ച് പഫ് മാത്രമാണെങ്കിൽ 2 ഇഞ്ച് മതിയാവും. ഇപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് കോർണറിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. കണ്ടോ, 2 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ടോട്ടലായിട്ട് 12 ഇഞ്ച് നമുക്ക് കാണാം. പക്ഷെ 10 ഇഞ്ചാണ് നമ്മൾ സ്ലീവിന് നീളം വരികയുള്ളൂ. ആ രീതി നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലാൻഡിങ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ഇട്ടിരിക്കുന്ന സ്ലാൻഡിങ് ലൈനിൽ എത്രയുണ്ടോ അതിന്റെ നേരെ പകുതി കാണുക. മറ്റ് സ്ലീവ് വെട്ടുന്ന പോലെ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വിഡ്ത്തിൽ നമ്മൾ ആവശ്യമുള്ള നമ്മളെ ആം ഹോൾ കർവ് നമ്മൾ അളന്ന് നോക്കുക. 1/2 ഇഞ്ച് കൂടുതൽ എടുത്തോണം. എന്നിട്ട് നമ്മൾ ഇത് ഹാഫ് ഇട്ടു, അതിന്റെ വീണ്ടും നമ്മൾ ഹാഫ് ഇട്ടു. ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ലീവിന്റെ ഈ സ്ലാൻഡിങ് ലൈനിനെ നമ്മൾ 4 ഭാഗമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അത് ആദ്യമായിട്ട് കറക്റ്റ് പകുതിയിൽ മാർക്ക് ചെയ്തു. അതിന് മാർക്ക് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളവയെ വീണ്ടും പകുതിയായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് 3 പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ആദ്യത്തെ പോയിന്റ് അകത്തേക്കും അതിനുശേഷമുള്ള 2 പോയിന്റ് വെളിയിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ നമ്മുടെ സീം എലമെന്റ്സിന്റെ ആ കോർണറിൽ നിന്ന് ഇതുപോലെ 1/2 ഇഞ്ചിലേക്ക് മുട്ടിച്ചിട്ട് നടുക്കത്തെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ സെന്ററിൽ കണ്ടോ, ആ വരയുടെ സെന്ററിൽ ആ വരയും സ്ലാൻഡിങ്ങിന് കൂട്ടും സെന്ററിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഏറ്റവും മുകളിലത്തെ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതുമായി വന്നിട്ട് മുകളിലോട്ട് യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്നർ കൈക്കുഴി നമുക്ക് കിട്ടി. സ്ലീവിന്റെ ഇന്നർ കുഴിച്ചു വെട്ടുന്ന ഭാഗം നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ താഴത്തെ ഇവിടുന്ന് നേരെ ആ നടുക്കത്തെ നമ്മൾ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നേരെ പോവുകയാണ്. എന്നിട്ട് മറ്റേ ആ ഒരു ലൈനിലേക്ക് നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ സ്ലീവ് വെട്ടുന്ന പോലെ തന്നെ 2 ഇഞ്ച് മാത്രം നമ്മൾ കൂടുതൽ എടുക്കുന്നു. ഇനി നമ്മൾ ബോട്ടം എത്രയാണോ, കൊച്ചു കുട്ടികൾക്കാണ് 3.5 4.5 5 വരുന്നത്, നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ബോട്ടം റൗണ്ട് അത് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു ജോയിന്റ് ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അവിടെ എക്സ്ട്രാ വേണ്ടിയ തയ്യൽത്തുമ്പോൾ നമ്മൾ എത്രയാണോ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അത്ര നമ്മളവിടെ താഴെ മാർക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്കവിടെ സ്ലീവിന്റെ അവിടുത്തെ സീം എലമെന്റ്സും കിട്ടി. ഇനി നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഇന്നർ കൈക്കുഴിയല്ല, അല്ലാത്ത ആ ഭാഗത്തോട് കട്ട് ചെയ്തിട്ട് പിന്നീടാണ് നമ്മൾ അകത്തെ കൈക്കുഴി കുഴിച്ചു വെട്ടുന്നത്. നമ്മൾ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ സ്ലീവ് റൗണ്ട് താഴോട്ട് കൊടുത്തിരിക്കുന്ന ആ മാർക്കിങ് നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ കുഴിച്ചു വെട്ടാനുള്ളത് നമ്മൾ കുഴിച്ചു വെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പൊക്കി എടുത്തിട്ട് നമ്മളത് കുഴിച്ചു വെട്ടി സാധാരണ സ്ലീവ് വെട്ടുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്തെ കൈക്കൂടി നമ്മൾ ഇതുപോലെ കുഴിച്ച് വെട്ടി. അപ്പോൾ നമ്മുടെ മറ്റ് സ്ലീവ്, പക്ഷെ ഇവിടെ ഈ 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. മുകളിലൊരു നോച്ച് കൊടുത്തു. ഇനി നമ്മളതും കൂടെ നിവർത്തിയിടണം. നിവർത്തിയിട്ടിട്ട് ഞാൻ 2 ഇഞ്ചാണ് കൊടുത്തു, നിങ്ങൾക്ക് 3 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം, അത് യാതൊരു കുഴപ്പമില്ല. അപ്പം കുറച്ചൊരു പഫ് കിട്ടും. 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്, താഴോട്ട് 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യും. നിങ്ങൾ 3 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്, താഴോട്ട് നിങ്ങൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തോണം. ആ ഒരു വ്യത്യാസം മാത്രം. 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ സാരി ബ്ലൗസിനൊക്കെ 2 ഇഞ്ചാണ് നല്ലത്. 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ നമുക്ക് ഉടുപ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഇങ്ങനെ കുർത്തിക്കൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ കറക്റ്റ് 10 ഇഞ്ച് നമ്മൾ നോക്കി ഇതുപോലെ നമ്മൾ സ്ലീവ് ലെങ്ത് 10 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഞാനിവിടെ ഓർപ്പിക്കുകയാണ്, എക്സ്ട്രാ പഫിന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് താഴോട്ട് നമ്മളിതുപോലെ കുഴിച്ചു വെട്ടി അതിനുശേഷം താഴോട്ട് ഇങ്ങനെ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നേരത്തെ മാർക്ക് ചെയ്താണ് പ്ലീറ്റ് അവിടെ അത്രയും ഭാഗത്ത് മാത്രം നമുക്ക് പ്ലീറ്റ് ഇട്ടാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്.
മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ അവിടെ 2 ഇഞ്ച് ഇവിടെ 2 ഇഞ്ച് അങ്ങനെ നമ്മൾ നിവർത്തിയിടുകയാണ്. കണ്ടോ, നിവർത്തിയിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഒരു മൂന്ന് ചുരുക്ക് നമ്മൾ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ ഒരു മൂന്ന് ചുരുക്ക് അങ്ങനെ വരും. തുടക്കത്തെ ആ സെൻറ്ററിൽ ഒരു ഉണ്ടോ 3 ചുരുക്ക് വന്നു. ഇപ്പുറത്ത് നമ്മളിങ്ങനെ 3 ചുരുക്ക് ഇട്ടു. ഇങ്ങനെ 6 ചുരുക്ക് നമുക്ക് ഈ 2 ഇഞ്ച് ഇടുമ്പോൾ കിട്ടും. അത് കൂടുതൽ കിട്ടും നമുക്ക്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെറിയൊരു പഫാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല. അപ്പം ഞാൻ തയ്ച്ച് വെച്ചിരിക്കുന്നത് നോക്കിക്കേ, അത്ര നല്ല പഫാണെന്ന് നോക്കിക്കേ. സാരി ബ്ലൗസ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 6 ഫ്ലീറ്റ്സാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ആ ഭാഗം ഒന്നും കാണിക്കുന്നില്ല, സ്ലീവ് മാത്രമേ കാണിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ആമോൾ കർവും ഈ സ്ലീവിന്റെ കർവുമായിട്ട് കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് നോക്കുക. കൂടുതലാണെങ്കിൽ ഒരു പ്ലേറ്റ് കൂടെ കൊടുക്കാം. കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് പൊട്ടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ലോജിക്കലായിട്ട് ചെയ്തോണം. ഇതുപോലെ കിട്ടി. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ടിലേക്ക് നമ്മളിങ്ങനെ വെച്ച് നോക്കണം, എങ്ങനെയുണ്ട് അതിൽ കറക്റ്റായിട്ട് വന്നോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി, ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കൂട്ടിയടിച്ചാൽ മതി. ഉണ്ട് അകത്തേക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. കണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു പഫ് സ്ലീവ് കിട്ടി. 2, 3, 4 ഇഞ്ച് എക്സ്ട്രാ ഇഷ്ടമുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുതേ. വീണ്ടും വീഡിയോ കാണുമ്പോൾ ബൈ.